ഹായ് ഗുഡ് ഈവനിങ്. ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ലിമിറ്റേഷൻസ്, അതുപോലെ അഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ്, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതിൽ പറയുന്ന ഒരുപാട് കോമ്പണൻസ് അല്ലെങ്കിൽ MIS, DBMS, DSS, ERP, BPR, ഇത് മാത്രമല്ല എക്സ്പേർട്ട് സിസ്റ്റം, ES, EIS, അങ്ങനെയുള്ള ഒരുപാട് ടേംസിന് നമുക്ക് കോമൺ ആയിട്ട് കുറേ ലിമിറ്റേഷൻസ് യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ലിമിറ്റേഷൻസ് നോക്കാം. അപ്പോൾ എസ് എ ആയിട്ട് ചോദിക്കുകയാണെങ്കിലും ഷോർട്ട് എസ് എ ആയിട്ട് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എഴുതാം. എക്സ്പ്ലനേഷൻ മസ്റ്റ് ആയിട്ടും കൊടുക്കണം. ലിമിറ്റേഷൻ, പ്രോബ്ലം, ഇഷ്യൂസ്, ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. ലാക്ക് ഓഫ് പ്രോപ്പർ നോളജ്, അൺസാറ്റിസ്ഫാക്ടറി അപ്രൈസൽ സിസ്റ്റം. കാരണം ഈ സിസ്റ്റത്തിനൊക്കെ പലർക്കും അതിനെക്കുറിച്ചുള്ള അറിവ് കുറവായിരിക്കും. അതാണ് ലാക്ക് ഓഫ് പ്രോപ്പർ നോളജ്. അതുപോലെ തന്നെ അൺസാറ്റിസ്ഫാക്ടറി അപ്രൈസൽ സിസ്റ്റം, MIS അല്ലെങ്കിൽ DBMS, ERP, BPR പോലെയുള്ള സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്രൈസൽ സിസ്റ്റം പലപ്പോഴും അൺസാറ്റിസ്ഫാക്ടറി ആയിരിക്കും. ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം എംപ്ലോയീസ്. ഇത്തരത്തിലുള്ള MIS, DBMS, DSS, ERP, BPR പോലെയുള്ള സിസ്റ്റം ഒരു സ്ഥാപനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പലപ്പോഴും എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നും സപ്പോർട്ട് കിട്ടാറില്ല. അവരതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇംപ്രോപ്പർ മോണിറ്ററിങ്. ഇത്തരം സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താലും അതിൻ്റെ കണ്ടിന്യൂസ് മോണിറ്ററിങ് പലപ്പോഴും നടക്കാറില്ല. ലാക്ക് ഓഫ് ട്രെയിനിങ്. കൃത്യമായ ട്രെയിനിങ് എംപ്ലോയീസിന് കൊടുക്കാറില്ല എന്നുള്ളതാണ് ഇത്തരം സിസ്റ്റം അല്ലെങ്കിൽ ഇത്തരം സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു പ്രോബ്ലം. ലാക്ക് ഓഫ് ആഡിക്വേറ്റ് റിസോഴ്സസ്, ഫിയർ ഓഫ് ഫെയിലിയർ. അത് തകർന്നു പോകുമോ അല്ലെങ്കിൽ ഫെയിലിയർ ആകുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരിക്കും. ലാക്ക് ഓഫ് എംപ്ലോയി അവെയർനെസ്. ഓൾറെഡി പറഞ്ഞു, എംപ്ലോയീസിന് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവെയർനെസ് കൊടുക്കാതെയാണ് പലപ്പോഴും പല ഓർഗനൈസേഷനും ഇത്തരത്തിലുള്ള ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഹൈ കോസ്റ്റ്. പലപ്പോഴും ഇത് ഒരു ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കോസ്റ്റ് ഹൈ ആയിരിക്കും. പലതരത്തിലുള്ള കോമ്പറ്റബിലിറ്റി ഇഷ്യൂസും സെക്യൂരിറ്റീസ് പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. ദെൻ ഓൾസോ ഹ്യൂമൻ റിലേറ്റഡ് ഇഷ്യൂസും ഇത്തരത്തിലുള്ള സിസ്റ്റം ഇംപ്ലിമെൻഷൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ദെൻ ഹൈ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് പലപ്പോഴും ഉയർന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പഠിച്ചെടുത്ു. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്, പ്രോബ്ലംസ്, ഇഷ്യൂസ്, ചാലഞ്ചസ്, ഡിമെറിറ്റ്സ് ഇവയൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇത് MISനും DBMSനും DSS, അതുപോലെ തന്നെ MISൻ്റെ ടൈപ്സ് ആയ എക്സ്പേർട്ട് സിസ്റ്റം, മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം, ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം, ERP, BPR, ഇതിനെല്ലാം കോമൺ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിലുള്ള ഒരു 10 പോയിന്റ് പഠിച്ചെടുത്തോളൂ. ലാക്ക് ഓഫ് പ്രോപ്പർ നോളജ്, അൺസാറ്റിസ്ഫാക്ടറി അപ്രൈസൽ സിസ്റ്റം, ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം എംപ്ലോയീസ്, improper monitoring, lack of training, lack of adequate resources, fear of failure, lack of employee awareness, high cost, security problems, compatibility issues, human related issues, high implementation cost. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എഴുതാം. ഇത് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതാണ്. കാരണം ഇതിൽ ഏത് സിസ്റ്റം ആണെങ്കിലും അതിൽ പ്രോപ്പർ നോളജ് കുറവ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷനാണ്. ഇംപ്രോപ്പർ മോണിറ്ററിങ് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതാണ്. ലാക്ക് ഓഫ് ട്രെയിനിങ് ഉണ്ട്. അതേപോലെ തന്നെ അൺസാറ്റിസ്ഫാക്ടറി അപ്രൈസൽ സിസ്റ്റം ഉണ്ട്. ദെൻ ഓൾസോ ഹൈ കോസ്റ്റ്. നമുക്കറിയാം ഇതിൽ BPR ആണെങ്കിലും ERP ആണെങ്കിലും DSS ആണെങ്കിലും DBMS ആണെങ്കിലും ഇതെല്ലാം ഹൈ കോസ്റ്റ് ആണ്. നമ്മുടെ ഇത്തരത്തിലുള്ള ചില സബ്ജക്റ്റുകളിൽ കണ്ടെത്തി നമ്മൾ ഇത്തരത്തിൽ കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ആ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻകം ടാക്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടില്ല, നോട്ട്സും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ പക്ഷേ നമ്മൾ റിസർച്ച്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പലപ്പോഴും നിങ്ങൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് അത് അറിയിക്കാൻ പലരും വിട്ടുപോകുന്നുണ്ട്. കുറേ പേര് അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യുബിൾ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ BIS സബ്ജക്റ്റിലെ മുഴുവനായിട്ടുള്ള ലിമിറ്റേഷൻസ്, പ്രോബ്ലംസ്, ഇഷ്യൂസ്, ഡിസഡ്വാൻറ്റേജസ്, ഡിമെറിറ്റ്സ്, ചാലഞ്ചസ് അതെല്ലാം പഠിച്ചെടുത്തു. ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ഈ പോയിന്റ്സ് മുഴുവനും എഴുതുക ആൻഡ് ഓൾസോ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇനി നമുക്ക് കോമൺ ആയിട്ട് എഴുതാവുന്ന ഫീച്ചേഴ്സ്, നാച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. MISനും DBMSനും DSSനും ERPക്കും BPRനും ESനും MRSനും GDSSനും എല്ലാം എഴുതാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ് ഫ്ലെക്സിബിലിറ്റി, കോംപ്രഹെൻസീവ്, കസ്റ്റമൈസേഷൻ ക്യാപ്പബിലിറ്റീസ്, സിമുലേഷൻ ഓഫ് റിയാലിറ്റി, ബെറ്റർ റിസൾട്ട്സ്, ഹെവി പ്ലാനിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ്, integrated concept,
ടെക്നോളജി, ക്വിക്ക് റെസ്പോൺസസ്, മാനേജ്മെന്റ് ഓറിയന്റഡ്, മാനേജ്മെന്റ് ഡയറക്റ്റഡ്, റിയൽ ടൈം റിപ്പോർട്ടിംഗ്, സ്കാലബിലിറ്റി, ഡാറ്റ ബാക്കപ്പ് ആൻഡ് റിക്കവറി. ഇത്രയുമാണ് കോമൺ ഫീച്ചേഴ്സ്, നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്. ഫ്ലെക്സിബിലിറ്റി, കോംപ്രഹെൻസീവ്, customization capabilities, simulation of reality, better results, heavy planning, computerized, integrated concept, technology, quick responses, management oriented, management directed, real time reporting, scalability, data backup and recovery. Clear? നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീണ്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 6th സെമസ്റ്റർ വീഡിയോസുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരികയായിരിക്കും. ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും 6th സെമസ്റ്റർ എക്സാം ഉണ്ടാകും. വളരെ കുറച്ച് ടൈം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലൊക്കെ, അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾസ് കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യുക. ലൈക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യുക. ദെൻ കോമൺ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്, ബെനഫിറ്റ്സ്, മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി, എൻഹാൻസ്ഡ് ഡാറ്റ മാനേജ്മെന്റ്, ബെറ്റർ റിസോഴ്സ് അലൊക്കേഷൻ, ഇംപ്രൂവ്ഡ് കസ്റ്റമർ സർവീസസ്, റെഡ്യൂസ്ഡ് കോസ്റ്റ്, എൻഹാൻസ്ഡ് സ്കാലബിലിറ്റി, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ഡ്രാസ്റ്റിക് ചേഞ്ചസ്, ഫ്ലെക്സിബിലിറ്റി, ഗ്ലോബൽ മാനേജ്മെന്റ്, ഹൈ കോസ്റ്റ്. ഒത്തിരി പോയിന്റ്സ് തന്നിട്ടുണ്ട്. എസ് എ ഒക്കെ ആണെങ്കിൽ നന്നായിട്ട്, ഷോർട്ട് ഒക്കെ ആണെങ്കിൽ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അപ്പം നമുക്ക് ഈ സബ്ജക്റ്റിൽ മൊത്തത്തിൽ, ഇതൊരു മൊഡ്യൂളിലൊന്നുമല്ല, മൊത്തത്തിൽ ഈ സബ്ജക്റ്റിൽ ചോദിക്കുന്ന അഡ്വാൻറ്റേജസിനും ബെനഫിറ്റ്സും എഴുതാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തു, ലിമിറ്റേഷൻ ഡിസ്കസ് ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച്, ബാക്കി 2 മാർക്സും 5 മാർക്സും എല്ലാം നല്ല രീതിയിൽ പഠിച്ച് അടുത്തതൊരു എസ് എ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം നല്ല രീതിക്ക് നിങ്ങൾ നോക്കി നല്ലൊരു സ്കോറിലേക്ക്, A+ പോലെയുള്ള അല്ലെങ്കിൽ O ഗ്രേഡ് പോലെയുള്ള സ്കോറിലേക്ക് എത്തുക. ഓക്കെ, എനിക്കറിയാം നിങ്ങളെല്ലാവരും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരിക്കും. കുറേ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട് ഓരോ മൊഡ്യൂളിലും, ഓരോ ടോപ്പിക്കിനും. അതൊന്നും ഇനി പേടിക്കേണ്ടതില്ല, നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. താങ്ക് യു.